ഇപ്പോൾ ഇന്ന് ഉച്ചയൂണിന് അയലയാണ് കറി കേട്ടോ. ഇപ്പോൾ അയലമത്തിയുടെ ഒരു സീസണാണല്ലേ. കാരണം എവിടെ നോക്കിയാലും അയലയും മത്തിയുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഞാൻ അയല ഇന്നലെ മേടിച്ച കേട്ടോ. ഇന്ന് അത് ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് രാവിലെ പിന്നെ 1 മണിക്കൂർ മുമ്പ് എടുത്ത് അത് വെട്ടി കഴുകി കറി വയ്ക്കാനും വറക്കാനായിട്ടുള്ള രണ്ടായിട്ടാക്കി കേട്ടോ. 4 മീൻ വറക്കാൻ വെച്ചു, ബാക്കി കറി വെക്കാനും. വറക്കാനുള്ള ഞാൻ ഒരു മസാല റെഡിയാക്കുകയാണ്. സാധാരണ പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി പിന്നെന്താ ഒരല്പം കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് എല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിലാണ് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, മീനിന് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഞാൻ വരഞ്ഞ് വെച്ച മീനിനകത്ത് നമ്മൾ ആ വരഞ്ഞ സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പം നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ നമ്മൾ കറിക്ക് വെക്കാനുള്ള മീന് വേണ്ടി കറി വെക്കാനുള്ള ചട്ടി വെച്ചു. ഉലുവയിട്ട് ഒരല്പം കടുകും കൂടി ഇട്ട് കേട്ടോ. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുത്ത്. പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ചിട്ടേ ഉള്ളൂ. അതോ കൂടുതൽ ടേസ്റ്റ്, നമ്മളൊന്ന് ചതച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം എടുത്ത് അതൊന്ന് ചതച്ച് അതും കൂടെ ചേർത്ത് എന്നിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു 3 സ്പൂൺ. ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ മീനിൻ്റെയും നമ്മുടെ എരിവിൻ്റെയും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കും. ഞാൻ അളവൊന്നും പറയുന്നില്ല. അങ്ങനെയാണല്ലോ നമ്മൾ വീട്ടിൽ നമ്മുടെ മീനിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അനുസരിച്ചല്ല നമ്മൾ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്, അത് എരിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 3 എരിവുള്ള പച്ചമുളക് 2 തക്കാളിയും കൂടെ ചേർത്തു. വെള്ളം ഒഴിച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. കാരണം ഞാൻ ഗ്രേവി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നതിന് ശേഷം മീനിടത്തുള്ളൂ. കാരണം ഈ മത്തിക്കും അയലയ്ക്കൊന്നും അധികം വേവില്ലല്ലോ. നമ്മളൊരുപാടിട്ടങ്ങ് വേവിച്ച് അതങ്ങ് പൊടിഞ്ഞു പോകും, നമുക്ക് കഴിക്കാനുള്ളത് കിട്ടത്തില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അധികം വേവില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഒരു 3-4 പീസ് കുടംപുളി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ തക്കാളി എല്ലാം കൂടെ ഒന്ന് വെന്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, പുളിയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടേ മീനിടുന്നുള്ളൂ. ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ തിളപ്പിച്ച്. അപ്പം അത്യാവശ്യം ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിൽ ഞാൻ 2ആയിട്ട് മാത്രമേ മുറിച്ചിട്ടുള്ളൂ. കാരണം വലിയ പീസായിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു കറിക്ക് ഒരു നല്ല ഇത്. പിന്നെ ഒരുപാട് ചെറുതായിട്ട് മുറിച്ചാലും കറി തീരത്തില്ല കേട്ടോ, അതുകൊണ്ടും കൂടെ കൂടിക്കാം. അപ്പം നമ്മൾ മീനൊക്കെ ഇട്ട് അടച്ച് വെച്ച് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങുകയും ഉപ്പൊക്കെ ഉണ്ടോയെന്നും പുളിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്, പാകത്തിനാണ് എല്ലാം ചേർന്നേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം. അതിന് ശേഷമാണ് ഞാൻ ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇവിടെ തേങ്ങാപ്പാൽ അങ്ങനെ ചേർത്ത് മീൻ കറിയൊന്നും വെക്കാറില്ല, എന്നാലും ഇന്നൊന്ന് തോന്നി അയലക്കറി അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചേർന്ന് ചട്ടി എടുത്തിട്ട് അതിന് ശേഷമാണ് ഈ ഇളക്കുന്നത്. ഒരുപാട് നമ്മളിട്ട് കുത്തി ഇളക്കി നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ആദ്യം ഒന്ന് ചുറ്റിച്ച് പിന്നെ തവിയിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഇനി നമ്മുടെ മീനും ചാറും എല്ലാം ഒന്ന് കുറുകി വരട്ടെ. കണ്ട നമ്മുടെ കറിയൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കി, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കറിയൊക്കെ. അപ്പോൾ ചാറൊക്കെ നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറുണ്ണാൻ ഇതിൽപ്പരം ഒരു നല്ല കറിയില്ല, അയലക്കറി. പക്ഷേ എല്ലാവർക്കും ഒന്നും അയല അത്ര പിടിക്കുമെന്ന് തോന്നുന്നില്ല, ചിലർക്കൊക്കെ വയറിന് അയല പിടിക്കാതെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഏകദേശമൊക്കെ റെഡിയായി, തിളച്ച് വറ്റി തുടങ്ങി. അപ്പോൾ നമ്മുടെ അയലയുടെ മത്തിയുടെ സീസണിൽ നമുക്ക് അയലക്കറി തന്നെ ഇന്നത്തെ ശരണം. അപ്പോൾ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ.